ഹലോ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഒരു പീരീഡേ ഉള്ളൂ. ഇന്നിപ്പോൾ ഫെബ്രുവരി 2, ഫെബ്രുവരി 3. നാളെയും നാളെ കഴിഞ്ഞും പിന്നെ അതിൻ്റെ പിറ്റേന്നും നമ്മൾക്ക് കോളേജിൽ നെക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. സോ നാളെ ട്വിന്നിങ് ഡേ ആണ്. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഫേവറേറ്റ് ക്യാരക്ടറിനെ ഡ്രസ്സപ്പ് ചെയ്തു പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എത്നിക് ഡേ. സോ ഇപ്പോൾ ഈ 3 എണ്ണത്തിനും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ ഫൈനൽ ഇയേഴ്സ് ആണല്ലോ. സോ അപ്പം ചിലപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മറ്റേ എൻ്റെ ഫ്രണ്ട് സിയെയും കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകാമെന്ന് ഓർത്തു. സോ അതെല്ലാം കൂടി ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്യും. പിന്നെ ഇത്ര ഒരുങ്ങി കെട്ടി പോകുന്ന ആകെ ഒരു ക്ലാസ്സിന് പോകുന്നു. അപ്പം ചുമ്മാ കൂടി ഒരു വ്ളോഗും കൂടി ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അപ്പം സോ ഇപ്പം തന്നെ ലേറ്റായി. ക്ലാസ് 10:30 തുടങ്ങും. നമുക്ക് പോവാൻ പെട്ടെന്ന് തന്നെ. ഓക്കെ ബൈ. ബാക്കി കോളേജിൽ ചെന്നിട്ട്. സോ ഞാനിവിടെ കോളേജിലെത്തി. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എൻ്റെ അടുത്ത് അവൾക്ക് 100 പേജിൻ്റെ റൂൾഡ് ബുക്ക് വേണമെന്ന്. സോ ഞാൻ അവൾക്കുള്ള ബുക്കൊക്കെ മേടിച്ചിട്ട് തിരിച്ച് കോളേജിലോട്ട് പോവാം. ഇനി 3 മിനിറ്റ്സും കൂടി ഉള്ളൂ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ പെട്ടെന്ന് പോവാം. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇവൻ്റ് ഉണ്ടെന്ന്. സോ ഇവൻറ്റിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നല്ല തകർത്ത് നടക്കുന്നുണ്ട്. സ്റ്റോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇല്ല, നമുക്കിത് നോക്കി നിൽക്കാൻ സമയമില്ല. ഓടണം, ക്ലാസ് തുടങ്ങും. അപ്പം സോ ലെറ്റ്സ് ഗോ. നമ്മളിവിടെ ഫ്ലോറിലെത്തി. ഇതുവരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒന്നോടാ മാമോ അല്ല. ഓ, ഞാൻ ഓർത്ത് മാം വന്നെന്ന്. സോ മാം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചതിലും നേരത്തെ എത്തി. ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തില്ല. സോ ഇനി മാം വരുന്നവർ വെയിറ്റ് ചെയ്യണം. ചൈത്ര മാമിൻ്റെ DNA പ്രൊഫൈലിങ് കുറച്ച് ടാസ്ക്കാണ്. സോ അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് ഈ ബുക്ക് അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം. നമുക്കതാണ് ഇപ്പോൾ ടാസ്ക്. അപ്പം സോ ഇപ്പം ക്ലാസ് കഴിഞ്ഞു. ഇനി ബുക്ക് സ്റ്റാപ്ലെയർ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് കൊണ്ട് കൊടുത്തിട്ട് കാണാം. സോ എനിക്കിനി വേറെ പരിപാടിയൊന്നുമില്ല. എനിക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സും കൂടി ഉണ്ട്, ഓപ്പൺ എലക്റ്റീവിൻ്റെ. അത് ഞാൻ ഓർത്തു ഇവിടെ പോവാന്ന്, PG പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ. ഇവളത് കഴിഞ്ഞിട്ട് റൂമിലോട്ട് വന്നിട്ട് അവിടെ ഇരുന്ന് ഷോപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ പോകാമെന്ന് ഓർത്തിരിക്കുക. നോക്കട്ടെ. സോ ഞാൻ അവൾക്കാണെങ്കിൽ ബുക്കൊക്കെ കൊടുത്ത് പിന്നെ എനിക്ക് എൻ്റെ ലാബിൻ്റെ കുറച്ച് നോംസും ക്വസ്റ്റ്യനറിയൊക്കെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. സോ അതൊക്കെ കളക്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്. ഉണ്ടോ ലാബ് എക്സാമിന് വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇനി ഇവിടുന്ന് നേരെ PGയിലോട്ട് പോവാം. അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് നേരെ PGയിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് അവൾ എക്സാം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഷോപ്പിലോട്ട് വരും. ഞാനും അവിടെ അടുത്ത് തന്നെയല്ലേ, അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഇനി അവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ട് നമ്മളുടെ ബാക്കി കാര്യങ്ങൾ. അപ്പം ഇനി ഈ വ്ളോഗ് ഞാൻ അവിടെ ഇവൾ വന്ന് കഴിഞ്ഞിട്ട് കാട്ടും. പക്ഷെ ഞാൻ അവളെ വീഡിയോയിൽ കാട്ടത്തില്ല കേട്ടോ. അവൾ കുറച്ച് പറഞ്ഞു അവൾക്ക് വീഡിയോയിൽ വരണ്ട. സോ ഐ റെസ്പെക്ട് ദാറ്റ്. അതുകൊണ്ട് നോ. സോ ഞാനിപ്പോൾ പോവുകയാണെങ്കിൽ തിരിച്ച് റൂമിലോട്ട്. സോ ഹാപ്പി. അപ്പോൾ സിയ വന്നു. അതുകൊണ്ട് നമ്മളിത് ഇവിടെ നെക്സസിൽ വന്നു നോക്കാം. അപ്പം ഞാനും ഇവളും കൂടി ഫസ്റ്റ് വെസ്റ്റ് സൈഡ് പോയിട്ട് അവിടുന്ന് നോക്കി നമുക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് യൂസ്ഡ് ഉണ്ട്, പിന്നെ സ്റ്റുഡിയോ ഉണ്ട്, അവിടെയൊക്കെ പോയി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പം ബൈ. ഇത് നമ്മളുടെ കവരക്കര ഫേസ് ചെയ്യുന്ന എൻട്രൻസിൻ്റെ അവിടെ നിന്നാട്ടാണ് നെക്സസിലോട്ട് കയറുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് വെസ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞപ്പോൾ വെസ്റ്റ് സൈഡ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നടാ. സോ ഇനിയിപ്പം നമ്മൾ ഒന്നില്ലെങ്കിൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ യൂസ്ഡ് അവിടെ എവിടെയെല്ലായിരിക്കും പോവാം. കണ്ടോ വെസ്റ്റ് സൈഡ് പൂട്ടിയിട്ടിരിക്കുന്ന. ഐ തിങ്ക് എന്തോ വർക്ക് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ട്. നമ്മളിപ്പം സ്റ്റുഡിയോയിലാണ് ഉള്ളത്. സ്റ്റുഡിയോയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2-3 ഷർട്ട്സൊക്കെ എടുത്തു, പക്ഷേ ചൂസ് ചെയ്തില്ല. സോ നമ്മൾ ഈ ട്രയലൊക്കെ നോക്കിയിട്ട് ഞാൻ ട്രയൽ നോക്കുമ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് എടുത്ത ഷർട്ട് കുഴപ്പമില്ലാന്നേ ഉള്ളൂ, അത്ര ഇഷ്ടമായില്ല. നമുക്ക് വേറെ ട്രൈ ചെയ്യാം. ഇതാണ് സെക്കൻഡ് ഡ്രസ്സ്. ഇതാ ട്രൈ ചെയ്തത്. ഓക്കെ ഫീലാണ്. എനിക്ക് ഓക്കെയാണ്, പക്ഷെ അവൾക്കത് അത്ര ഇഷ്ടമില്ലാത്ത. സോ നമുക്ക് നോക്കാം.
നമ്മളിത് ഇതാട്ടോ ട്രൈ ചെയ്തത്. ആക്ച്വലി ഇത് കൊള്ളാം, പക്ഷേ എന്തുകൊണ്ടാ അപാകത. നമ്മൾ ഫൈനലൈസ് ചെയ്തതെന്ന് ഒരെണ്ണം ലൈക്ക് നോക്കിയതിൽ വലിയ വേറെ റേറ്റൊന്നുമില്ല, നമുക്ക് കോളേജിലും ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന പോലത്തെ ഒരെണ്ണം എടുത്തു. സോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി, അതിൽ വലിയതായിട്ടൊന്നും ഇഷ്ടമായില്ല, പക്ഷേ ഒരു ടോപ്പ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു, ട്വിന്നിങ് ഡേ അല്ല അതുകൊണ്ട്. സോ അപ്പം ബില്ല് ചെയ്യാൻ പോവാം നമ്മൾ. സോ നമ്മളിപ്പം ഇവിടെ എന്താ സ്റ്റുഡിയോന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. ലൈക്ക് സാധനങ്ങളെന്ന് പറയാനൊന്നുമില്ല, ഒരു 499 ഓരോരോ ടോപ്പ് ഞാനും അവളും ഓരോന്ന് വാങ്ങിച്ചു, അത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. സോ അത് മേടിച്ച് ഇറങ്ങി. ബാക്കി ഒക്കെ ഗെറ്റ് റെഡി വിത്ത് മീൽ ഞാൻ നാളെ കാണിച്ചു തരാം, ഡ്രസ്സും ഒക്കെ എങ്ങനെ നമ്മൾ ട്വിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഇനി നമ്മൾക്ക് ഇവർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് തിരിച്ച് ഞാൻ റൂമിൽ പോകും. എനിക്ക് കുറേ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ അപ്പം ഞാൻ അതിന് പോവും, അവളുടെ വീട്ടിലോട്ടും പോവും. സോ അപ്പോൾ ഇന്നത്തേക്ക് അത്ര വിട്ടിട്ട് ബൈ, സീ യു ഗൈസ്. സോ നാളെ തൊട്ട് കോളേജിൽ പരിപാടി തുടങ്ങുന്നുണ്ട്. ഞാനൊരു ത്രെഡ് ചെയ്യാണ്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇവിടെ ഒരു അടുത്തൊരു ചെറിയ പാർലറിൽ വന്നു ത്രെഡ് ചെയ്യാൻ വേണ്ടി. കണ്ടു കുറേ ഉണ്ട്. ഞാനിപ്പം എൻ്റെ റൂമിൽ PGയിൽ എൻ്റെ റൂമിലാണ് ഉള്ളത്. കാരണം എൻ്റെ ഫോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടുന്ന് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ത്രെഡൊക്കെ ചെയ്തു. ഓക്കെയാണ്, അത്ര അടിപൊളിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ അവളുടെ കൂടെ പോയി ചെയ്തത്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ചെയ്തത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. പിന്നെന്താ, ശരി. അപ്പം ഇന്നത്തേക്ക് ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.